നിങ്ങളൊരു 10th പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും പറയും ബോർഡ് എക്സാമിന് എങ്ങനെയെങ്കിലും 95% മാർക്ക് വാങ്ങണം, എൻ്റെ പാരന്റ്സിനൊക്കെ പ്രൗഡ് ആക്കി നിർത്തണം, ഇതെന്റെ മോനാണ്, ഇതെന്റെ മോളാണ്, ഇവന് ഇത്ര മാർക്ക് ഉണ്ട്, ഇവക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറയുന്ന ആ രീതിയിൽ പാരന്റ്സിനൊക്കെ പ്രൗഡ് ആക്കിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ വരാൻ പറ്റണം എന്ന് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ കുറെ കുട്ടികൾ പറയുന്നുണ്ടാവും എനിക്ക് അതിന്റെ ആഗ്രഹമൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതിയെന്ന്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊന്ന് തൊട്ട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേന്ന്. വാങ്ങാൻ പറ്റുമോ പറ്റില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കയ്യോ കയ്യില്ലേ എന്നൊന്നും അല്ല മിസ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ ഒരു ആഗ്രഹം നിങ്ങൾക്കും ഇല്ലേ എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാവൂടാ, മനുഷ്യരാണ്, ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാരന്റ്സ് എന്ന് പറയുന്നതും. അവരും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ സ്കൂളിലേക്ക് അയക്കുന്നത്. അടിപൊളിയായി പഠിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെ, ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടാവും, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, അത്യാവശ്യം അവനെ അറിയാൻ മതി, എക്സാമിലൊക്കെ അത്യാവശ്യം മാർക്ക് കിട്ടും, അതൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിൽ. ഓരോ ദിവസവും നിങ്ങളുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒക്കെ അവർ വിചാരിക്കുന്നത് ഈ ഒരു കാര്യമായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെടാ, നിങ്ങൾ ആരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്കൂളത്തെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്, ചാപ്റ്റേഴ്സ് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ പുറമെ ആയിട്ട് നമുക്കറിയാം നമ്മളുടെ CBSE ഇപ്രാവശ്യത്തെ എക്സാമിൽ 50% കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ടോ സ്കൂളത്തെ മാത്രം പഠിച്ചിട്ടോ കാര്യമല്ല, അതിന്റെ പുറമേ നിന്നായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻ, 50% ക്വസ്റ്റ്യനും നിങ്ങളുടെ നോളജ് മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇതിൽ 90% കുട്ടികളും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ഇനി ചെയ്യണം എന്ന് നോക്കുമ്പോൾ, ബാക്കോട്ട് നോക്കുമ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഒരുപാട് സബ്ജക്റ്റിൽ ഒരുപാട് ചാപ്റ്റേഴ്സ്, ബാക്ക്ലോഗ്സ് ഒരുപാട് ഉണ്ടാവും. ഇതെങ്ങനെ തീർക്കണം, ഇതെങ്ങനെ പഠിച്ചു തീർക്കണം എന്ന് അറിയില്ല. ഇന്ന് മുതൽ പഠിക്കാതെ വിചാരിച്ചാൽ ബാക്കിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ പഠിക്കും? ഓൾറെഡി ഇപ്പൊ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നു, അതായത് ഇന്റേണൽ അസസ്മെന്റിൽ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുള്ളൂ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഇത്രയും കാലം 10 കൊല്ലമായി, അല്ലെങ്കിൽ നിങ്ങൾ LKG UKG ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 12 കൊല്ലത്തോളായി നിങ്ങൾ സ്കൂളിൽ പോകുന്നു. ഈ 12 കൊല്ലം നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് നിങ്ങൾ നിങ്ങളുടെ പാരന്റിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് പാസ്സായ ഒരു പേപ്പർ, ഒരു സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ പോട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു ലാസ്റ്റ് ചാൻസ് എഡ്യൂപോർട്ട് നിങ്ങൾക്ക് തരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ലോഗ് മാരത്തോൺ, അതും 7 ഡേയ്സിൽ, ഒരു 7 ഡേയ്സ് ചലഞ്ചോട് കൂടിയിട്ട്. അതായത് ഇത്രയേ ഉള്ളൂടാ, കൂടുതലൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒരു 7 ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനായിട്ട്, ഒന്നും പോട്ടെ, നിങ്ങളുടെ പാരന്റ്സിനായിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ആ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒരു 7 ഡേയ്സ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത എന്തൊക്കെ നിങ്ങളുടെ സിലബസിലുണ്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് ഇതുവരെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ, അത് മൊത്തം ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആയടാ? ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ എന്തായാലും ഒരു 3 months ഒക്കെ എല്ലാവർക്കും ആയിട്ടുണ്ടാവും. അതിന്റെ മേലെ ആയവരായിരിക്കും ഇതിൽ കൂടുതലും. എന്നാലും 3 months അടുത്തൊക്കെ എന്തായാലും നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ടായി ഉണ്ടാവും. ഈ 3 months കൊണ്ട് നിങ്ങൾ പഠിച്ച, അല്ലെങ്കിൽ 3 months 90 days കൊണ്ട് നിങ്ങൾ പഠിച്ച മൊത്തം കാര്യങ്ങൾ 7 days കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാണ്. ആ 7 days ഞങ്ങൾ എടുത്തു തരണം ഫുള്ളി, ബാക്കി ഒന്നുമില്ല. സൽക്കാരങ്ങൾ വരും, കല്യാണങ്ങൾ വരും, ഒക്കെ വരും. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഇത്രയും കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ആ ഒരു അടയാളം പോലെ നിങ്ങളെ 10th ക്ലാസ്സിലെ 95% സ്കോർ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 7 days തരാൻ റെഡിയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ബാക്ക്ലോഗ് മാരത്തോൺ. ഈ ഒരു ബാക്ക്ലോഗ് മാരത്തോൺ എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ജൂലൈ 22-നായിരിക്കും ഞങ്ങൾ ആദ്യം സ്റ്റഡി പ്ലാൻ പറയുന്നത്. ആ ഒരു സ്റ്റഡി പ്ലാനിലൂടെ ഞങ്ങൾ പറഞ്ഞുതരും എപ്പോഴൊക്കെയാണ് ക്ലാസ് ഉണ്ടാവുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, എല്ലാം ഉണ്ട് കേട്ടോ. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ SST അടക്കം എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ എപ്പോഴാണ് ക്ലാസ്സസ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഇങ്ങനെ കറക്റ്റ് ഓരോന്നും പറഞ്ഞുതരും. ഒരു 7 days മാത്രമാണ് അതിന് സമയം വേണ്ടത്. ഈ 7 days കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തീർക്കും വിത്ത് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചോ. ഇപ്പൊ തന്നെ ചെറിയൊരു നോട്ട് പാഡ് എടുത്തിട്ട് ജൂലൈ 22 സ്റ്റഡി പ്ലാൻ എഴുതി വെച്ചോ. അന്ന് മുതൽ നമുക്ക് തുടങ്ങാം. 22-ന് സ്റ്റഡി പ്ലാൻ കഴിഞ്ഞാൽ 23 മുതൽ 28 വരെ ആയിരിക്കും നമ്മളുടെ മാരത്തോൺ ഉണ്ടാവുക. ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. സ്കൂളിൽ പോകുന്ന സമയം നിങ്ങൾ സ്കൂളിൽ പോയിക്കോ. സ്കൂളിൽ പോയി വന്നിട്ട് 7:30-ക്കാണ്, 7:30-നാണ് നമ്മളുടെ ഈ ഒരു മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് സൺഡേസ് ഒരുപാട് പരിപാടി ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സൺഡേ ഞങ്ങൾ മാരത്തോൺ നിങ്ങൾക്ക് തരുന്നില്ല. ആ ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആണ്. സോ ഇത്ര ദിവസം മാത്രമേ നിങ്ങൾക്ക് മാരത്തോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്കായിട്ട് എഡ്യൂപോർട്ട് ഒരുക്കുന്നു ബാക്ക്ലോഗ് മാരത്തോൺ. സോ 7 days നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാന്റെ ലിങ്ക് കാണാം. അതൊന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളെ കൂടെ പഠിച്ചിട്ട് മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാരത്തോൺ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്റ്റഡി ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ മാരത്തോണിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിലും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യണം. ആ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. സ്റ്റഡി പ്ലാന്റെ ആ ഒരു ലൈവ് ലിങ്ക് ഇപ്പോഴേ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ലൈവ് ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. ആ ഒരു 7 ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന 7 ദിവസങ്ങളിലായിരിക്കും. സോ മാരത്തോണിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.